ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആർസിറ്റീനെ പറ്റി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇട്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻസ്റ്റയിൽ ഇഷ്ടം പോലെ മെസ്സേജ് ആയിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസ്, എവിടെയൊക്കെ കോഴ്സ്, എന്തൊക്കെ കോഴ്സാണ്, എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ടോ. ഞാൻ പറഞ്ഞിരുന്നു എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ടെന്ന്. പക്ഷേ അപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ റിപ്ലൈ ആയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി കോഴ്സ് ഫുൾ ഫ്രീ ആയിട്ടുള്ള കോഴ്സാണ്. ഫുഡ്, താമസം, ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ എല്ലാം ഫ്രീ ആണ്. അപ്പോൾ ഈ കോഴ്സ് ഞങ്ങൾ പഠിച്ചത് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ ആർസിറ്റിയുടെ സെൻറ്റർ വരുന്നത് വില്ലടത്താണ്. പിന്നെ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ആർസിറ്റികളുണ്ട്. ഞങ്ങൾ പഠിച്ചത് തൃശ്ശൂരാണ്. തൃശ്ശൂർ വില്ലടത്തുള്ള നമ്മുടെ സെൻറ്ററിലാണ് പഠിച്ചത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പഠിക്കാൻ പോയത് ഞങ്ങളൊരു ഹെൽത്ത് ഗ്രൂപ്പിലാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണ് ഞാനൊരു മെസ്സേജ് ഫോർവേഡായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ വെറുതെ ഒന്ന് അയച്ചു നോക്കിയതാണ്. അപ്പോൾ ഭക്ഷണം ഫ്രീ എന്നൊക്കെ അതിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഞാനങ്ങനെ ഭക്ഷണം ഫ്രീ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും കാര്യമാക്കി എടുത്തില്ല. പിന്നെ അവിടെ ചെന്നപ്പോൾ കൂടുതൽ ഈ കോഴ്സിൽ പങ്കെടുക്കാൻ എന്താ പറയുക, മുൻഗണനയുള്ളത് നമ്മുടെ കുടുംബശ്രീ, SC/ST, BPLകാർക്കാണ് മുൻഗണനയുള്ളത്. അവർ തികയാത്ത കാരണം പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് അവരെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് പ്രവേശനം അവിടെ കിട്ടി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി, ചായ, ഫുഡ്, സ്നാക്സ്, ഉച്ചഭക്ഷണം, അത് നോൺ മീൻ വറുത്തതടക്കം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേമാതിരി താമസ സൗകര്യമുണ്ട്. അപ്പോൾ ഞങ്ങളിത് എക്സാം എഴുതാൻ നമ്മുടെ വില്ലടത്തേക്കാണ് പോണത്. അപ്പം നമുക്ക് വില്ലടത്തെ വിശേഷങ്ങൾ, നമ്മുടെ ക്യാമ്പസ് സെൻറ്റർ നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിപൊളി സെൻറ്ററാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയി. നല്ലൊരു എന്താ പറയുക, പോസിറ്റീവ് വൈബുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ കൂളിംഗ് എഫക്റ്റാണ്. ഞങ്ങളെല്ലാവരും ബുക്കൊക്കെ പിടിച്ച് നമ്മൾ പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പോണ മാതിരി പോണ കണ്ട അത്ര സന്തോഷത്തോടു കൂടിയാണ് പോണത്. എക്സാം എഴുതാനാണ് പോണത്. അതിൻ്റേതായിട്ടുള്ള ഒരു ടെൻഷനും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. എക്സാം നമ്മൾ ജ്വല്ലറി ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക. പിന്നെ ഓൺലൈനായിട്ടാണ് എക്സാം വരുന്നത്. ജ്വല്ലറിയുടെ ഉണ്ടാവും, പിന്നെ കുറേ എക്സാമുകളൊക്കെ ഉണ്ടാവും, പിന്നെ നമുക്ക് വൈവി ഉണ്ടാവും. അങ്ങനെ കുറച്ച് എക്സാമുകൾ. ഇതാണ് നമ്മുടെ ക്യാമ്പസ് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ വേറെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് ചെല്ലണത് കാരണം ഞങ്ങളിതേ പുറത്തിങ്ങനെ ഇരുന്ന് എല്ലാവരും പഠിത്തത്തിലാണ്. അപ്പോൾ ഞങ്ങളുടെ മിസ്സ് വരണ വരെ ഞങ്ങൾ പുറത്തിരുന്ന് പഠിക്കുകയായിരുന്നു. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് അവിടെ നടക്കണതുകൊണ്ട് അവിടെ വേറെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അവർ അവിടെ കയറിപ്പോയി പഠിക്കാനൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? എല്ലാവരും ഭയങ്കര പഠിപ്പിച്ചു. നിങ്ങളുടെ പഠിപ്പൊന്നും അങ്ങനെ ഞങ്ങളുടെ മിസ് വന്ന് ഞങ്ങളെ ക്ലാസ്സിൽ കയറ്റിയിട്ടുണ്ട്. അടിപൊളി ക്ലാസ് റൂമല്ലേ, നല്ല സെറ്റപ്പ്. ഇവിടെ വന്ന് പഠിക്കായിരുന്നു എന്ന് ഞങ്ങൾക്ക് അപ്പോൾ തോന്നി. ഞങ്ങൾ തൊട്ടടുത്തുള്ള കാരണം അവിടെ പോയി പഠിച്ചെങ്കിലും ഇവിടെ വന്ന് പഠിക്കണതിൻ്റെ ഫീല് അതൊരു വേറെ തന്നെയല്ലേ. തൊട്ടപ്പുറത്ത് സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ വന്ന മാതിരി ബാഗൊക്കെ അവിടെ എടുത്ത് വെച്ച് അസംബ്ലിക്ക് പോവാണ്. അപ്പോൾ അവിടെ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ക്ലാസ് തുടങ്ങാൻ. ഇതാണ് കാനറ ബാങ്കിൻ്റെ ഫൗണ്ടർ കേട്ടോ, അമ്മേമ്പൽ സുബ്ബരാവ് പൈ. നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോയി ശല്യപ്പെടുത്താനൊന്നും പോയില്ല. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചുള്ള വരവാണ് കണ്ടത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് എക്സാമൊക്കെ കുറച്ചൊക്കെ എഴുതി കഴിഞ്ഞ് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയി. ഞങ്ങളുടെ യൂണിഫോം ആട്ടെ, ക്യാപ്പൊക്കെ ഉണ്ട്, യൂണിഫോം ഇതൊക്കെ ഫ്രീ കിട്ടണതാട്ടോ. യൂണിഫോം നിങ്ങൾ ഒരു പൈസയും ചിലവാക്കണ്ട, അവിടെ അങ്ങോട്ട് ചെന്ന് കൊടുത്താൽ മതി. ഇത് നമ്മുടെ എക്സാമിൻ്റെ പ്രാക്ടിക്കലിന് ഞങ്ങൾ ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. വള, മാല, പിന്നെ ബ്രേസ്ലെറ്റ്, പാദസരം, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിനും ഓരോന്നൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞത് എക്സാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണത്തിന് പോവാണ്. അപ്പോൾ ഭക്ഷണത്തിനുള്ള ക്യൂ ആണ് അവിടെ കാണുന്നത്. അവിടെ തന്നെ ക്യാൻറ്റീനുണ്ട്. ക്യാൻറ്റീനിൽ നിന്നാണ് നമുക്ക് ഭക്ഷണം ഉണ്ടായിരുന്നത് കേട്ടോ. നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം ഞങ്ങളെല്ലാവരും കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ആർസിറ്റി ചുറ്റി കാണാനാണ് ഇറങ്ങിയത്. ഞങ്ങളുടെ എക്സാം ഉച്ചയ്ക്ക് മുമ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആർസിറ്റി ഫുള്ള് ചുറ്റി കാണാമെന്ന് വെച്ചു. അവിടെ കുറേ ഫോട്ടോസും
പണ്ട പിള്ളേരുകളുടെ ഫോട്ടോസും ഒക്കെ ആയിട്ട് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡോർമെറ്ററികളാണ് ഈ കാണുന്നത്. പുരുഷന്മാരുടെ ഡോർമെറ്ററി ഉണ്ട്, സ്ത്രീകളുടെ ഡോർമെറ്ററി ഉണ്ട്, പിന്നെ ഊണുമുറി, അതിഥിമുറി, അടുക്കള, ലൈബ്രറി, അങ്ങനെ എല്ലാനും ഉണ്ട് കേട്ടോ നമ്മുടെ RCTയിൽ. ഈ സ്ഥലത്തൊക്കെ നിൽക്കുമ്പോഴുണ്ടല്ലോ നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ്. എന്ത് തണവാന്നറിയോ, AC ഇട്ട ഫീലിംഗ് ആണ് അവിടെ നിൽക്കുമ്പോൾ കിട്ടണത്. കുഞ്ഞി ലൈബ്രറി ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. മുകളിൽ മറ്റേ ഇതായിരിക്കും. എന്ത് രസാലേ, അടിപൊളിയാ. മലകള് അതാണ് ഇത്ര നല്ല തണവ് കേട്ടോ ഇവിടെ. എന്ത് തണവാ. ആ ഇത് നമ്മുടെ RCTയുടെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ഞങ്ങൾ അവിടെയൊക്കെ കയറി ഇറങ്ങി എല്ലാ സ്ഥലവും പരിശോധിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഡോർമെറ്ററി കഴിഞ്ഞ മാസം വരെ അവിടെ താമസമൊക്കെ ഉണ്ടായിരുന്നു. ഈ മാസം അവിടെ താമസമില്ല. അപ്പോൾ താമസത്തിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ അത് അവരോട് പറഞ്ഞാലേ അറിയുള്ളൂ. ഞങ്ങളുടെ കോഴ്സിൽ ആരും താമസിച്ചിട്ടല്ല പഠിച്ചത് കേട്ടോ. ഞങ്ങൾ പുതുക്കാടാണ് പഠിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് താമസ സൗകര്യമൊന്നും വേണ്ടി വന്നിരുന്നില്ല. മോളില് സൂപ്പർ സ്ഥലം, മലയുണ്ടടി മല. അതാണ് കേട്ടോ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്. അവിടെ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് ഒളിഞ്ഞു നോക്കി ഇങ്ങോട്ട് പോകുന്നു. ക്ലാസ്സിൽ കയറി വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല, ശല്യപ്പെടുത്താൻ പോയില്ല. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ചോറൂണും പിന്നെ RCTയുടെ നമ്മുടെ എന്താ പറയുക ക്യാമ്പസൊക്കെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം ഞങ്ങളിതേ ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ മിസ്സുമാർക്കൊക്കെ പഠിപ്പിച്ച മിസ്സുമാർക്കൊക്കെ ഞങ്ങളുടെ വക ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ അതേ എല്ലാവരുടെയും നന്ദി വാക്കുകളാണ് നമ്മൾ ഈ കേൾക്കണത് കേട്ടോ. അടിപൊളി ക്ലാസ് ആയിരുന്നു, പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ്, മിസ്സിന് ഒരു രക്ഷയില്ല. മിസ്സ് അടിപൊളിയാണ് കേട്ടോ. പിന്നെ പ്രവിത മിസ്സിൻ്റെ കാര്യം പറയണ്ട, നമ്മുടെ തൃശ്ശൂർ RCTയിലുള്ള എല്ലാവർക്കും പ്രവിത മിസ്സിനെ മറക്കാൻ പറ്റില്ല, അത്ര നല്ല മിസ്സാണ്. പിന്നെ നമ്മുടെ ഹന്നത്ത് മിസ്സ് ബ്യൂട്ടീഷ്യനും സാരി ഫോൾഡിങ്ങും ഒക്കെ പഠിപ്പിച്ചത്. അങ്ങനെ എല്ലാവരും അടിപൊളി മിസ്സുമാരായിരുന്നു കേട്ടോ. മിസ്സുമാർ മാത്രമല്ല നമ്മുടെ സാറും അടിപൊളി സപ്പോർട്ടായിരുന്നു. സാറിൻ്റെ വക ഒരു ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടില്ലേ നമ്മുടെ തൃശ്ശൂർ വില്ലടത്തുള്ള RCTയുടെ ക്യാമ്പസ്. അപ്പോൾ അതേമാതിരി എല്ലാ ജില്ലകളും RCTയുടെ ക്യാമ്പസ് ഉണ്ട്. അപ്പോൾ ഇത്ര നല്ല ക്യാമ്പസാണ് കേട്ടോ, അത്ര നല്ല ക്യാമ്പസാണ്. അപ്പോൾ പിന്നെ കോഴ്സുകളുടെ കാര്യം പറഞ്ഞാൽ പുരുഷന്മാർക്കുള്ള കോഴ്സുകളും ഉണ്ട്, സ്ത്രീകൾക്കുമുള്ള കോഴ്സുകളുണ്ട് കേട്ടോ. ടൈലറിങ്ങും ബ്യൂട്ടീഷ്യൻ കോഴ്സും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ ആയിട്ടുള്ള കോഴ്സാണ്. പിന്നെ ബാക്കിയുള്ള കോഴ്സുകളും എല്ലാവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമുള്ള കോഴ്സുകളല്ല നമ്മുടെ RCTയിലുള്ളത്. നമ്മുടെ പുരുഷന്മാർക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സുകളും RCTയിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ എക്സാമും പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇന്നത്തോടുകൂടി ക്ലാസ് അവസാനിക്കുകയാണ്. സത്യമായിട്ട് നല്ല വിഷമമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ദിവസം ഞങ്ങൾക്ക് നല്ല മിസ്സിങ് ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു 2-3 ആഴ്ചയായിട്ട് എല്ലാവരും ഒരുമിച്ച് കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഒരുമിച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇതില്ലാണ്ടായപ്പോഴുള്ള ഒരു മിസ്സിങ് ഭയങ്കരമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിലേറി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ഇതിലാണ് കേട്ടോ. പോലീസ് അക്കാദമി പണ്ട് കോളേജിൽ ബസ്സിൽ പോകുമ്പോഴല്ലോ ബസ്സിലെ ആൾക്കാർ ഞങ്ങളെ പറയണ കുറച്ച് പേരുകളുണ്ട്. ആ പേരൊന്നും ഇവിടെ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയണില്ല.
അതേ ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അതേ ഞങ്ങളിങ്ങനെ വിട്ട് വരുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തോടുകൂടി ഞങ്ങളുടെ ക്ലാസ്സൊക്കെ അവസാനിക്കണേ. എൻ്റെ വിഷമത്തിൽ എല്ലാവരോടും യാത്ര പറയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ. രാത്രി വീട്ടിലെത്തിയപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.